കാരണം ഇന്ന് തുലാമാസം അവസാനിക്കുകയാണ്. തുലാമാസം അവസാനിച്ച് നാളെ മണ്ഡലപ്പിറവിയാണ്, വൃശ്ചിക മാസപ്പിറവിയാണ്. ഒരുപാട് ആചാരങ്ങളുണ്ട്. അതായത് തുലാമാസത്തിലെ അവസാന 3 ദിവസമാണ് പൗർണമിയാണ്. പിന്നെ തുലാമാസത്തിലെ പൗർണമിയാണ്. മാത്രമല്ല ഇന്ന് ഈ ദേവരഥ സംഗമം കഴിഞ്ഞ് അതിന്റെ പൂജാതി കർമ്മങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും നാളെ മണ്ഡലകാലം തുടങ്ങുകയായി. അതെ അതെ, വണക്കം തലൈവ, വണക്കം. അവിടുന്ന് തൊഴുത്തോണ്ട് പോന്ന ഇവിടെ ഉത്സവം നിർത്തി ഇന്നലെ. അല്ല, ഞാനിങ്ങനെ ഈ ഒരു ക്ഷേത്ര ഗ്രാമം ഇങ്ങനെ നടന്ന് കണ്ട് വിശാലാക്ഷി സമേതനായ വിശ്വനാഥനെ കണ്ട് അങ്ങനെ ഈ തെരുവിന്റെ ഒരു ക്ഷേത്രത്തോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന ഒരു ഗ്രാമത്തിന്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്നത്. അത് കണ്ടുകൊണ്ട് ആളുകളോട് സംസാരിക്കും. ഇതുവരൊന്നും കാണാതെയാണ് രാവിലെ വന്നത് വർത്താനം പറയുന്നത്. ഞാനിത് മൊത്തം കാണാം. ഞാൻ 3 ദിവസമായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങള് ചേതന് കാര്യവിവരമുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ നാട് അങ്ങനെ വിശ്വാസം, അതുപോലെ തന്നെ സംസ്കാരം, പലതരത്തിൽ ഉള്ള എല്ലാ ആഘോഷങ്ങളും അങ്ങനെ ഇഴുകിച്ചേർന്ന് നടക്കുന്ന ഒരു നാടാണ്. അത്രമേൽ എല്ലാ മതസ്ഥരും ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങളൊന്നുമില്ലാതെ നമ്മുടെ നാട്ടിലെ ഈ പറഞ്ഞ പോലെ ക്ഷേത്രോത്സവങ്ങൾ, അതുപോലെ തന്നെ പള്ളിപ്പെരുന്നാളുകൾ, അതുപോലെ മുസ്ലിം പള്ളികളിലെ പെരുങ്കളിയാട്ടങ്ങൾ, അതുപോലെ ഈ പറഞ്ഞ പോലെ ചന്ദനക്കുട മഹോത്സവങ്ങൾ, മുസ്ലിം പള്ളികളിലെ ചന്ദനക്കുട മഹോത്സവങ്ങൾ, ഇതെല്ലാം ചേർന്നൊരു നാടാണ്. ഇതിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. വിശ്വാസികളെ അവരുടെ വിശ്വാസത്തിന് സഹകരിച്ചും സംരക്ഷിച്ചും എല്ലാവരും ഒത്തുചേർന്ന് ഈ കൽപ്പാത്തിയിൽ നമ്മളത് കാണുകയാണ്. അപ്പൊ ഇന്ന് വൈകിട്ട് ഈ കാണുന്നതാണ് ഈ സംഗമ ഭൂമിയാണ്. ദേവരഥങ്ങളുടെ സംഗമ ഭൂമിയിലേക്ക് ഈ തേരുമുട്ടി അല്ലേ, തേരുമുട്ടിയിലേക്ക് ദേവരഥങ്ങൾ 2 ദിവസമായി ഈ ഗ്രാമത്തെ ആകെ വലയം ചെയ്ത് ചുറ്റി സഞ്ചരിക്കുന്ന രഥങ്ങളാകെയും ദേവരഥങ്ങളാകെയും ഇവിടെ സംഗമിക്കും ഇന്ന് സന്ധ്യയ്ക്ക്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ ഈ നാടിങ്ങനെ വിലയം ചെയ്യുകയാണ്, ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ, രാവും പകലുമില്ലാതെ. അതെ അതെ, ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു ഈ 3 ദിവസങ്ങൾ ഇവിടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നു. രാവിലെ ഒരു 4 മണി മുതൽ തന്നെ ഈ കാശി വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ വലിയ തോതിലേക്ക് ആളുകൾ എത്തുന്നു. അത് ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ശരത്തൻ പറഞ്ഞതുപോലെ എല്ലാ ആളുകളും ഇങ്ങനെ സെൽഫി എടുത്ത് ആഹ്ലാദിക്കുന്നു അല്ലേ. സെൽഫി ഒക്കെ എടുത്തത് ഇവിടെ വലതുവശത്ത് അവിടെ നോക്ക്, സെൽഫി അതിലെ അത് സെൽഫി. ഇതിനിടയിലെ കച്ചവടം, ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി വരുന്ന മനുഷ്യര് കാത്തിരുന്ന് കാണുന്ന കാഴ്ചകളാണ്. അതൊക്കെ ആ ഫ്രെയിമിലേക്ക് പകർത്തി വെക്കുക, ഇവിടെ എത്താത്തവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി ഉണ്ടല്ലോ. വിനിഷ ഇന്നലെ ഷീജയായിരുന്നു തിരുവനന്തപുരത്ത്. അതായത് ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് അനൗൺസ്മെന്റ് ഉണ്ടെന്ന് പറയാൻ വന്നതാ ഞാൻ. പാളിപ്പോയി, കൈതുപോയി. അപ്പൊ നമുക്കൊരു കാര്യം, ഈ ക്ഷേത്ര നടയിലോട്ട് പോയാലോ? തീർച്ചയായും. അപ്പോൾ ഇതാണ് ഈ ഇവിടുത്തെ ഒരു കൽപ്പാത്തിയുടെ ഒരു കാഴ്ചകൾ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. ഇതിനുശേഷം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ മന്തക്കര മഹാഗണപതി ക്ഷേത്രമുണ്ട്, ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രമുണ്ട്, പിന്നെ ലക്ഷ്മി പെരുമാൾ സ്വാമി ക്ഷേത്രമുണ്ട്. ഇത്രയും ക്ഷേത്രങ്ങൾ ചേർന്നതാണ് ഈ രഥോത്സവത്തിന്റെ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന അമ്പലങ്ങൾ എന്ന് പറയുന്നത്. ഇവിടങ്ങളിലെ തേരുകൾ ഇറങ്ങിയാണ് ഇന്ന് ഈ ദേവരഥ സംഗമ ഭൂമിയിലേക്ക് വൈകുന്നേരം, അതായത് അച്ഛന്റെ അടുത്തേക്ക് മക്കൾ വരുന്നു. അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൽപ്പാത്തിയിൽ വന്ന് കാണുമ്പോൾ അന്ന് ഉച്ച സമയമായിരുന്നു, 12 മണി നേരത്ത്. അന്ന് സൂര്യൻ നല്ല കത്തി ഇങ്ങനെ നിൽക്കുകയാണ്, നല്ല ചവിട്ട്, ഭയങ്കര തിരക്കിൽ ഇങ്ങനെ അകത്തു നിന്ന് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തേക്ക് ആദ്യം അല്ലെ ഈ പറഞ്ഞതുപോലെ ഗണപതിയുടെ തേര് മുൻപിലേക്ക് നീക്കുന്നു. അതിനുശേഷം സുബ്രഹ്മണ്യന്റെ തേര് മുൻപേ സഞ്ചരിക്കുന്നു, പിന്നാലെ ഗണപതിയുടെ തേര് സഞ്ചരിക്കുന്നു. അത് കഴിഞ്ഞ് ശിവപാർവതി അങ്ങനെ സഞ്ചരിച്ച് ഈ ഗ്രാമങ്ങളെ ഇങ്ങനെ വലയം ചെയ്ത് പ്രദക്ഷിണം ചെയ്ത് പോവുകയാണ്. അതുപോലെ മുമ്പ് മനു പറഞ്ഞ ക്ഷേത്രങ്ങൾ, പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി പെരുമാൾ ക്ഷേത്രം, അതുപോലെ മന്തക്കര ഗണപതി ക്ഷേത്രം, ഈ പറഞ്ഞ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം, ചാത്തപുരം മഹാപ്രസന്ന മഹാഗണപതി മന്തക്കര ഗണപതി ക്ഷേത്രം എന്നാണ് എളുപ്പത്തിൽ പറയും. അപ്പൊ ഈ 4 ക്ഷേത്രങ്ങളിലെ രഥങ്ങളാണ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാഴ്ചകളിലേക്കൊക്കെ കുറെ കൂടെ ക്യുക്കായിട്ട് പോകാം അല്ലേ.
നോക്കാം അവിടെ ദൃശ്യങ്ങൾ. ഫ്രെയിമിലെ ഹെലികാം വിഷ്വൽ ഉൾപ്പെടെ നമ്മുടെ ഹെലികാം വിഷ്വൽ ഉൾപ്പെടെ ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആകാശ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കൽപ്പാത്തിയുടെ അതിമനോഹരമായ ദൃശ്യങ്ങൾ. അതെ, അല്ല ഇവിടെ കാണുന്ന കേട്ടോ, മേളിലോട്ട് വെക്കില്ല, ഇവിടെ പറക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഏറ്റവും മനോഹരമായത് ഞാൻ നേരത്തെ പറയുമായിരുന്നു. അതെ, ആളുകളോട് സംസാരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇത് മാത്രമല്ല വൈകുന്നേരം ഈ രഥസംഗമം നടക്കുന്ന സമയത്ത് ഏറ്റവും വിപുലമായ സംവിധാനത്തോടു കൂടി തന്നെ നമ്മളത് പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുമെന്ന് ഞാൻ പറയുകയായിരുന്നു. 5ഓളം ക്യാമറകൾ നമ്മൾ വിവിധ ഇടങ്ങളിലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ വരും. ഒന്ന് ഓടിക്കരുവാ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇതാ ചേട്ടാ, എവിടുന്നാ? പിരായിരിക്കുന്ന. എല്ലാ വർഷവും എത്താറുണ്ടോ? എല്ലാ വർഷവും എത്താറുണ്ട്. എങ്ങനെയുണ്ട് ഉത്സവം ആഘോഷമൊക്കെ? അടിപൊളിയാണ്, കുഴപ്പമില്ല. രാവിലെ എപ്പോ വന്നു? അതിപ്പോ 1 മണിക്കൂറായി വണ്ടി അവിടെ നിർത്തി ഇനിയിപ്പോ നടന്നു വരട്ടെ വന്നല്ലേ? വലിയ തിരക്കായല്ലോ. തിരക്കായി. കുറച്ചുകൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ അടുത്ത് തന്നെയാണ് അല്ലേ? കണ്ണൂട്ട്. അവിടെ ഉത്സവം നടക്കുന്നുണ്ടല്ലോ. പോയിട്ട് വീണ്ടും വരുമോ വൈകിട്ട്, അല്ലെങ്കിൽ നോക്കട്ടെ, തിരക്കിനനുസരിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ വൈകിട്ടാണ് കാണേണ്ടത് അല്ലേ? ഈ രഥങ്ങളൊക്കെ ഇങ്ങനെ വന്ന് തീർച്ചയായും തേരോട്ടമൊക്കെ വൈകിട്ട് കാണണം. ആചാരങ്ങളല്ലേ, പാരമ്പര്യമായിട്ടുള്ള. ഒരുപാട് വർഷമായിട്ട് കാണാറുണ്ടോ? ഉണ്ട്, ഒരുപാട് വർഷങ്ങളാണ്. പാലക്കാട്ടുകാരല്ലേ? 2 കിലോമീറ്റർ. അപ്പൊ ശരി. ആയിക്കോട്ടെ. വലിയ ക്യൂ ആ, പോകേണ്ട വരും. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ പുലർച്ചെ തന്നെ ഇവിടെ ക്യൂ നിൽക്കുകയാണ്. അതെ, അതെ. തൊഴുന്നതിന് വേണ്ടിയൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ കുറെ നേരമായോ ഇവിടെ എത്തിയിട്ട്? കുറെ സമയത്ത് വന്നു. വീട്ടിൽ നിന്ന് 5:30 വന്നത്. 5:30 ഇറങ്ങി. അപ്പൊ ഇവിടെ കണ്ട് ഭഗവാനെ തൊഴുതിന് ശേഷം വീണ്ടും പോയിട്ട് വരുമോ വൈകിട്ട്? പോയിട്ട് വരും, വൈകിട്ട് വരും. ഇവിടെ മുണ്ടൂരാണ്. അഖിലേഷ് എവിടെ? ഇവിടുന്ന് രാവിലെ തന്നെ വന്നു. ശരി, നടക്കട്ടെ. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാ വർഷവും വരാറുണ്ട് ഇവിടെ? ഇവിടെ തന്നെയാണോ നാട്? ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു ഹാഫ് ആൻ അവർ. കരിങ്കരപ്പുള്ളി. അപ്പം ഇന്നത്തെ ദിവസം ജോലിയൊക്കെ നിർത്തി വെച്ച് അതെ, അമ്പലത്തിൽ വരും. ജോലിക്ക് പോയിട്ട് തിരിച്ചിട്ട് വരികയാണോ ചെയ്യാം? അല്ല, ഞാൻ ബ്യൂട്ടീഷ്യനാണ്, ഓണാണ്. അപ്പം ഇന്ന് കടയില്ല? ഇല്ല. ഓക്കെ ഓക്കെ. അങ്ങനെ ഇത്തരത്തിലാണ് നിരവധി ആളുകൾ രാവിലെ 5:00 പുലർച്ചെ 4 മണിക്കൊക്കെ വന്ന് ക്യൂവിൽ നിൽക്കുകയാണ്. അമ്മേ, ഗുഡ് മോർണിംഗ്. എല്ലാ വർഷവും വരാറുണ്ടോ ഇവിടെ? ഇവിടെ അടുത്ത് തന്നെയാണോ വീട്? കൽപ്പാത്തിയിൽ തന്നെയാണ് വീട്. വന്നു ഇവിടെ കുറച്ച് എല്ലാ വർഷവും ഇങ്ങനെയാണോ തിരക്കുണ്ടാവോ? എല്ലാ വർഷവും ഉണ്ടാവും. പോയിട്ട് വീണ്ടും വരും വൈകിട്ട്? വീണ്ടും വരും. ഉച്ചയ്ക്ക് 2:30 തുടങ്ങുമല്ലോ തേര് വരിക. അപ്പോൾ വീണ്ടും വരും. അപ്പോഴേക്കും വരും. എന്നിട്ട് സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്ത് കയറി നിന്ന് തേര് കാണുന്നതാണ്. അത് കണ്ടിട്ടേ പോവാറുള്ളൂ. എന്റെ പേരെന്താ? നന്ദിനി. ഇവിടെ തന്നെയാണ് സ്ഥലം? ഇവിടെ തന്നെ. ദർശനത്തിന് എപ്പോഴത്തെ ഒരു അരമണിക്കൂർ വേഗം നീങ്ങുന്നുണ്ട്. നടക്കട്ടെ.